എല്ലാവർക്കും നമസ്കാരം. ഹയർ സെക്കൻഡറി ഫസ്റ്റ് ഇയർ ഫിസിക്സിലെ 3rd ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്ന ചാപ്റ്ററിൻ്റെ പേര്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനെ നമ്മൾ റെക്റ്റിലീനിയർ മോഷൻ എന്നും പറയാറുണ്ട്. ഈ ചാപ്റ്ററിൽ ഒരുപാട് റെസ്ട്രിക്റ്റഡ് ആയ ഒരു ടൈപ്പ് ഓഫ് മോഷനാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, ദ മോഷൻ ഈസ് റെസ്ട്രിക്റ്റഡ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ മാത്രമേ ഓബ്ജക്റ്റിന് മൂവ് ചെയ്യാൻ പറ്റൂ എന്നാണ് നമ്മളുടെ ആദ്യത്തെ അസംഷൻ. രണ്ടാമത്തേത്, പോയിൻ്റ് ഓബ്ജക്ട്സിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എന്താ ഈ പോയിൻ്റ് ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു ട്രെയിനിൻ്റെ കേസ് ഇമാജിൻ ചെയ്യും. നമുക്കറിയാം ഒരു ട്രെയിനിന് ഒരു 2 to 2.5 കിലോമീറ്റർ ലെങ്ത് ഉണ്ടാവും. ഒരു 2 കിലോമീറ്റർ സൈസുള്ള ഒരു ട്രെയിനിൻ്റെ കേസ് ഇമാജിൻ ചെയ്യും. ഈ ട്രെയിൻ തിരുവനന്തപുരം മുതൽ ഡൽഹി വരെ പോകുന്നു എന്ന് കരുതും. അപ്പോൾ ഒരു എബൌട്ട് 2500 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഈ പറഞ്ഞ 2 ഡയമെൻഷൻസ് തമ്മിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്തേ. ഒന്ന്, ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദി ട്രെയിൻ, അത് 2500 കിലോമീറ്റേഴ്സാണ്. സൈസ് ഓഫ് ദ ട്രെയിൻ ഈസ് നിയർലി 2 കിലോമീറ്റർ. ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ യു ക്യാൻ സേ സൈസ് ഓഫ് ദി ഓബ്ജക്റ്റ് ഈസ് മച്ച് സ്മോളർ ദാൻ ദ ഡിസ്റ്റൻസ് ഇറ്റ് മൂവ്സ്. ഇങ്ങനെയാണെങ്കിൽ ആ ഓബ്ജക്റ്റിനെ നമുക്കൊരു പോയിൻ്റ് ഓബ്ജക്റ്റായിട്ട് ഇമാജിൻ ചെയ്യാം. ഈ 2 കിലോമീറ്റർ സൈസുള്ള ട്രെയിൻ ആകെ 5 കിലോമീറ്റേഴ്സേ ട്രാവൽ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ കേസിൽ നിങ്ങൾക്ക് ആ ട്രെയിനിനെ ഒരു പോയിൻ്റ് ഓബ്ജക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇഫ് ദ സൈസ് ഓഫ് ദി ഓബ്ജക്റ്റ് ഈസ് മച്ച് സ്മോളർ ദാൻ ദ ഡിസ്റ്റൻസ് ഇറ്റ് മൂവ്സ് ഇൻ എ റീസണബിൾ ഡ്യൂറേഷൻ ഓഫ് ടൈം, യു ക്യാൻ കോൾ ഇറ്റ് ആസ് എ പോയിൻ്റ് ഓബ്ജക്റ്റ്. നമ്മൾ ഈ ഓബ്ജക്ട്സിൻ്റെ മോഷനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ഈ ഫിസിക്സിൻ്റെ ബ്രാഞ്ചിനെ നമ്മൾ കൈനമാറ്റിക്സ് എന്നാണ് പറയുന്നത്. കൈനമാറ്റിക്സിൽ നമ്മൾ ഓബ്ജക്ട്സിൻ്റെ മോഷനെ കുറിച്ച് മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ. എന്തൊക്കെയാണ് ഈ മോഷൻ്റെ കോസ് എന്ന ആസ്പെക്റ്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ നമ്മൾ കോസസ് ഓഫ് മോഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മളുടെ സ്റ്റഡി ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ പറഞ്ഞല്ലോ, വി ആർ ഡിസ്കസിങ് മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. എപ്പോഴാണ് ഒരു ഓബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നത്? നിങ്ങൾ 8th മുതൽ പഠിക്കുന്നതാണ്. വെൻ യു ക്യാൻ സേ ആൻ ഓബ്ജക്റ്റ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ. അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഡെഫിനിഷൻ. വി ക്യാൻ സേ ആൻ ഓബ്ജക്റ്റ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഇഫ് ഇറ്റ്സ് പൊസിഷൻ ഈസ് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അറിയാലോ, ഇവിടെ നമുക്ക് 2 ഫാക്ടേഴ്സാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് പൊസിഷൻ, രണ്ടാമത്തേത് ടൈം. എങ്ങനെയാണ് നമ്മളൊരു പൊസിഷൻ സ്പെസിഫൈ ചെയ്യുന്നത്? നിങ്ങളോടൊരാൾ ചോദിക്കുന്നു എന്ന് വിചാരിക്കും, നിങ്ങളിപ്പോൾ എവിടെയാണ് എന്ന് ചോദിക്കുന്നു. എവിടെയാണ്, വേർ എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒരു പൊസിഷൻ ആയിരിക്കണമല്ലോ. നിങ്ങൾ അയാളുടെ ആൻസർ പറയുന്നു, ഞാനിപ്പോൾ 2 കിലോമീറ്റർ ദൂരത്താണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്ത് മനസ്സിലാവും? അവിടെ ഒരു കൺഫ്യൂഷനുണ്ട് അല്ലേ? അതൊഴിവാക്കാൻ അയാൾ ഇങ്ങനെ പറയുന്നു എന്ന് വിചാരിക്കൂ, ഞാനിപ്പോൾ സ്കൂളിൽ നിന്നും 2 കിലോമീറ്റർ ദൂരെയാണ്. ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ. അപ്പോൾ സ്കൂളെന്ന് പറയുന്നത് അവിടെ ഒരു റെഫറൻസ് പോയിൻ്റാണ്. അപ്പോൾ ബോഡിയുടെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു റെഫറൻസ് പോയിൻ്റ് വേണം. സ്ക്രീനിൽ നോക്കൂ, നിങ്ങൾക്ക് 3 ആക്സിസ് കാണാം. മ്യൂച്വലി പെർപെൻഡിക്കുലറായ 3 ആക്സിസ് കാണാം. ഈ 3 ആക്സിസിൻ്റെയും കൂടി പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടില്ലേ? ഞാൻ അതിനെ O എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പോയിൻറ്റിന് നമ്മൾ ഒറിജിൻ എന്നാണ് പറയുന്നത്. ഒറിജിനാണ് സാധാരണയായിട്ട് നമ്മൾ എടുക്കുന്ന റെഫറൻസ് പോയിൻ്റ്. അപ്പോൾ ഈ റെഫറൻസ് പോയിൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ബോഡിയുടെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. പൊസിഷൻ മാത്രം പോരാ, നമുക്ക് ടൈമും കൂടി വേണം. ടൈം മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഇതിനോടൊപ്പം നമുക്കൊരു ക്ലോക്ക് കൂടി അറ്റാച്ച് ചെയ്യാം. സോ വി ആർ ഗെറ്റിംഗ് എ കോമ്പിനേഷൻ ഓഫ് എ കോർഡിനേറ്റ് സിസ്റ്റം ആൻഡ് എ ക്ലോക്ക്. ദിസ് കോമ്പിനേഷൻ
of a coordinate system along with a clock is called a frame of reference. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഫിഗറിൽ കാണുന്നത് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. ആ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിങ്ങൾക്ക് കാണാം ഞാൻ ആക്സിസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു എക്സ് ആക്സിസ് ഉണ്ട്, ഒരു വൈ ആക്സിസ് ഉണ്ട്. നമ്മൾ ഡീൽ ചെയ്യുന്നത് മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതുകൊണ്ട് നമുക്ക് എക്സ് ആക്സിസ് മാത്രമായി ഇമാജിൻ ചെയ്യാം. ഇപ്പോൾ ഫിഗറിലേക്ക് നോക്കി, നമുക്കൊരു ഓബ്ജക്റ്റിനെ എവിടെ കാണാം. ഞാൻ ആ ഓബ്ജക്റ്റിനെ എ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഓബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആ സ്ക്രീനിലേക്ക് നോക്കി. എക്സ് ആക്സിസിന് പാരലായിട്ട് ആ ഓബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു അല്ലേ. ആ ഓബ്ജക്റ്റിൻ്റെ പൊസിഷൻ്റെ എക്സ് വാല്യൂവും വൈ വാല്യൂവും നിങ്ങൾ ഫിഗറിൽ കാണുന്നുണ്ടല്ലോ. നന്നായി നോക്ക്, ഏത് കോർഡിനേറ്റ് ആണ് ചേഞ്ച് ചെയ്യുന്നത് നോക്ക്. എക്സ് ആണോ ചേഞ്ച് ചെയ്യുന്നത്, അതോ വൈ ആണോ ചേഞ്ച് ചെയ്യുന്നത്, അതോ രണ്ടും ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ക്ലിയർ ആണ്, എക്സ് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഒരു പൊസിഷൻ കോർഡിനേറ്റ് മാത്രമേ ഈ ഓബ്ജക്റ്റിൻ്റെ മോഷനിൽ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ദാറ്റ് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് കോൾഡ് വൺ ഡയമെൻഷണൽ മോഷൻ. സോ റെക്റ്റിലീനിയർ മോഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ വൺ ഡയമെൻഷണൽ മോഷൻ. ഇനി ഈ സിറ്റുവേഷൻ നോക്കൂ. ഇവിടെയും എ എന്നൊരു ഓബ്ജക്റ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എക്സ് വാല്യൂസും വൈ വാല്യൂസും നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും. ദാ ഈ ഓബ്ജക്റ്റിനെ ഞാനൊന്ന് മൂവ് ചെയ്യിക്കുന്നു. മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സ് ആണോ ചേഞ്ച് ചെയ്യുന്നത്, അതോ വൈ ആണോ ചേഞ്ച് ചെയ്യുന്നത്, അതോ എക്സും വൈയും ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്ന് ഈ ഫിഗറിലേക്ക് നോക്കുക. ഏതാ ചേഞ്ച് ചെയ്യുന്നത്? എക്സ് മാത്രമാണോ? അല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സും വൈയും ചേഞ്ച് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ എക്സ് വാല്യൂവും വൈ വാല്യൂവും ചേഞ്ച് ചെയ്യുന്നുണ്ട്. എനിക്ക് പറയാം രണ്ട് കോമ്പണൻസ് ചേഞ്ച് ചെയ്യുന്നു. സോ ദിസ് ഈസ് എ 2 ഡയമെൻഷണൽ മോഷൻ. സർക്കുലർ മോഷൻ ഈ ടൈപ്പ് മോഷൻ എക്സാമ്പിളാണ്. ഇഫ് ഓൾ ദി 3 കോമ്പണൻസ് എക്സ് വൈ ആൻഡ് ഇസഡ് ആർ ചേഞ്ചിങ്, ദാറ്റ് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് കോൾഡ് 3 ഡയമെൻഷണൽ മോഷൻ. ഗ്യാസ് മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് 3 ഡയമെൻഷണൽ മോഷന് എക്സാമ്പിളാണ്. നമ്മളിവിടെ 1 ഡയമെൻഷണൽ മോഷൻ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, or I can assume it is motion along x-axis. ഈ ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ ഒരു പ്രത്യേകത, the description of the event will vary with the frame of reference എന്നതാണ്. ഒന്നുകൂടി ഞാനത് ഡീറ്റെയിൽ ആയി പറയാം. Let you are sitting inside a moving bus. What is your state? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണോ, സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണോ? ഒരു കൺഫ്യൂഷൻ ഉണ്ട് അവിടെ അല്ലേ. നിങ്ങൾ മുമ്പുള്ള ക്ലാസ്സുകളിൽ ഇത് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പറയാൻ പറ്റും വിത്ത് റെസ്പെക്ട് ടു ദ ബസ് യു ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട് യു ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ. ഇതിനെ നമുക്ക് ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന കോൺസെപ്റ്റിലേക്ക് മാറ്റിയാൽ നമുക്കിങ്ങനെ പറയാം, ഇൻ എ ഫ്രെയിം ഓഫ് റെഫറൻസ് അറ്റാച്ച്ഡ് വിത്ത് ദ ബസ് യു ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് rest, and in a frame of reference attached to the ground you are in a state of motion. നോക്കൂ, ഫ്രെയിം ഓഫ് റെഫറൻസ് മാറിയതിനനുസരിച്ച് ഓബ്ജക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ മാറിയില്ലേ. ഒരു കേസിൽ ഓബ്ജക്റ്റ് റെസ്റ്റിലായിരുന്നു, മറ്റൊരു കേസിൽ ഓബ്ജക്റ്റ് മോഷനിലേക്കും മാറി. ഇനി നമുക്ക് എക്സ് ആക്സിസിലൂടെയുള്ള ഒരു ഓബ്ജക്റ്റിൻ്റെ മോഷനിലേക്ക് മാത്രം റെസ്ട്രിക്റ്റ് ചെയ്യാം. ഫിഗറിൽ നിങ്ങൾ കാണൂ, എക്സ് ആക്സിസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. O ഈസ് ദ ഒറിജിൻ. ഒറിജിൻ്റെ റൈറ്റ് സൈഡിനെ ഞാൻ പോസിറ്റീവ് എന്നും ഒറിജിൻ്റെ ലെഫ്റ്റ് സൈഡിനെ നെഗറ്റീവ് എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. യു സി, ലെറ്റ് ആൻ ഓബ്ജക്റ്റ് ഈസ് മൂവിങ് ഫ്രം ദ പോയിന്റ് O ടു ദ പോയിന്റ് P. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്? ഫിഗറിലേക്ക് നോക്കൂ, ഇറ്റ് ഈസ് 120 മീറ്റർ അല്ലേ. ദിസ് ഡിസ്റ്റൻസ് ഈസ് നത്തിങ് ബട്ട് ദി പാത്ത് ലെങ്ത്. പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ അതെ, ആ പേരിൽ തന്നെ ഉണ്ട്, അത് അതിൻ്റെ പാത്തിൻ്റെ ലെങ്താണ്. അത് 120 മീറ്റർ ആണ്. Let the particle comes back from P to Q. ഇപ്പോൾ എത്രയായിരിക്കും അത് ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പാത്ത് ലെങ്ത്? നോക്കൂ, ഇറ്റ് ഈസ് 120 മീറ്റർ പ്ലസ് 80 മീറ്റർ, ഇറ്റ് ബിക്കംസ് 200 മീറ്റർ. ഈ സിറ്റുവേഷൻ നോക്കൂ, ദ ഓബ്ജെക്ട് സ്റ്റാർട്ട്സ് ഇറ്റ്സ് മോഷൻ ഫ്രം O, ഇറ്റ് റീച്ച്സ് P, then it comes back to O. What is the total path length? അതെ, 120 മീറ്റർ പ്ലസ് 120 മീറ്റർ ഈക്വൽ ടു 240 മീറ്റർ. നോക്കൂ, ബോഡി ട്രാവൽ ചെയ്യുന്നതിനനുസരിച്ച് ടോട്ടൽ പാത്ത് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് അത് ഇൻക്രീസ് ചെയ്യുന്നു. ഇനി ഈ കാണുന്ന സിറ്റുവേഷനിലോ, ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഓബ്ജക്റ്റ്
പിയിലെത്തി, അതിനുശേഷം അത് പിയിൽ നിന്ന് ക്യൂ എന്ന പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യുന്നു. പറയൂ, ടോട്ടൽ പാത്ത് ലെങ്ത് പറയൂ. 120 മീറ്റർ പ്ലസ് 120 മീറ്റർ പ്ലസ് 160 മീറ്റർ. സോ ദ ടോട്ടൽ ഈസ് 400 മീറ്റർ. നോക്കൂ, ഇപ്പോഴും ഒറിജിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയെങ്കിലും ടോട്ടൽ പാത്ത് ലെങ്ത് പോസിറ്റീവ് തന്നെയല്ലേ? സോ ദ ടോട്ടൽ പാത്ത് ലെങ്ത് വിൽ ബി പോസിറ്റീവ് ഓൾവേസ് ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ്ലി ഇൻക്രീസസ് എലോങ് വിത്ത് ദ ട്രാവൽ ഓഫ് ദ പാർട്ടിക്കിൾ. അപ്പോൾ പാത്ത് ലെങ്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടീസ് എന്ന് ഓർത്തു വയ്ക്കുക. പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് ഡിസ്റ്റൻസ് ആണ്. സോ ഇറ്റ്സ് SI യൂണിറ്റ് ഈസ് മീറ്റർ. ഇറ്റ് ഈസ് പോസിറ്റീവ് ഓൾവേസ് ആൻഡ് ഇറ്റ് വിൽ കണ്ടിന്യൂസ്ലി ഇൻക്രീസ്. പാത്ത് ലെങ്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോപ്പർട്ടി അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും എന്നതാണ്. പാത്ത് ലെങ്ത് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം നമ്മൾ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യാറില്ല. അത്തരത്തിലുള്ള ക്വാണ്ടിറ്റീസിനെ നമുക്കറിയാം, നമ്മൾ പറയുന്ന പേര് സ്കെയിലർ ക്വാണ്ടിറ്റീസ് എന്നാണ്. നമ്മൾ ഈ പാത്ത് ലെങ്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു മേജർ പ്രോബ്ലം, ഈ ബോഡിയുടെ ഡയറക്ഷൻ ഓഫ് മോഷനെ കുറിച്ച് പാത്ത് ലെങ്തിൽ ഒന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു പുതിയ ക്വാണ്ടിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ചേഞ്ച് ഇൻ പൊസിഷൻ. പാത്ത് ലെങ്തിനോടൊപ്പം ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ സിറ്റുവേഷൻ നോക്കൂ. T1 എന്ന ഒരു ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ ഞാൻ ബോഡിയുടെ പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെ ഞാൻ x1 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി T2 എന്ന് പറയുന്ന ഒരു ടൈം ഇൻസ്റ്റൻറ്റ് നോക്കൂ. അവിടെ ബോഡിയുടെ പൊസിഷൻ x2 ആണ്. If so, the displacement is defined as delta x equals x2 minus x1. ഞാൻ x2 മൈനസ് x1 ആയി ഡിസ്പ്ലേസ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഓർക്കുക, ഇറ്റ് ക്യാൻ ബി എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അതെങ്ങനെയാണ് പോസിബിൾ ആവുക? ഇഫ് x2 ഈസ് ഗ്രേറ്റർ ദാൻ x1, ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി പോസിറ്റീവ്. ആൻഡ് ഇഫ് x2 ഈസ് ലെസ് ദാൻ x1, ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി നെഗറ്റീവ്. ഡിസ്റ്റൻസുമായിട്ട് അല്ലെങ്കിൽ പാത്ത് ലെങ്തുമായിട്ടുള്ളൊരു ഡിഫറൻസ് ആണ് നമ്മൾ ഈ കണ്ടത്. നമ്മൾ നേരത്തെ പാത്ത് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്ത ഈ സിറ്റുവേഷൻ ഒന്ന് നോക്കൂ. ബോഡി സ്റ്റാർട്ട്സ് ഇറ്റ്സ് മോഷൻ ഫ്രം O ആൻഡ് ഇറ്റ് റീച്ച് P. വാട്ട് ഈസ് ദ ടോട്ടൽ പാത്ത് ലെങ്ത്? 120 മീറ്റർ. നേരത്തെ നിങ്ങൾ കണ്ടതാണ് 120 മീറ്റർ. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. x2 മൈനസ് x1 മീൻസ് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. ഫൈനൽ പൊസിഷൻ എത്രയാണെന്ന് നോക്കൂ, 120 മൈനസ് initial position is 0. So 120 minus 0 means plus 120 meter is the displacement. ഈ കേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പാത്ത് ലെങ്തും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആണ്. ഈ സിറ്റുവേഷനിലോ ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഓബ്ജക്റ്റ് പിയിലെത്തിയതിന് ശേഷം ഇറ്റ്സ് കമ്മിങ് ബാക്ക് ടു ക്യൂ. ടോട്ടൽ പാത്ത് ലെങ്ത് നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു, അത് 200 മീറ്റർ ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര വരുമെന്ന് നോക്കൂ. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് x2 മൈനസ് x1. x2 is the final position. Final position is at 40. Initial position was 0. അല്ലേ? ഒറിജിനിൽ നിന്നാണ് ബോഡി അതിൻ്റെ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഡെൽറ്റ എക്സ് ഈസ് 40 മൈനസ് 0 മീൻസ് പ്ലസ് 40. നൗ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഓൺലി പ്ലസ് 40. പാത്ത് ലെങ്ത് 200 മീറ്റർ ഉണ്ടായിരുന്നു. നോക്ക്, ഡിസ്പ്ലേസ്മെൻറ്റ് കുറഞ്ഞു. ബോഡി കണ്ടിന്യൂസ് ആയി ട്രാവൽ ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ കണ്ടു പാത്ത് ലെങ്ത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റിന് കുറയാൻ പറ്റും. ഈ ഒരു സിറ്റുവേഷനിലേക്ക് വന്നാലോ, നോക്ക്, ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഓബ്ജക്റ്റ് പി വരെ ട്രാവൽ ചെയ്തതിന് ശേഷം ഇറ്റ് ഈസ് കമ്മിങ് ബാക്ക് ടു O ഇറ്റ് സെൽഫ്. പാത്ത് ലെങ്ത് ഈസ് 120 മീറ്റർ പ്ലസ് 120 മീറ്റർ മീൻസ് 240 മീറ്റർ അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റോ x2 മൈനസ് x1. x2ഉം x1ഉം ഇവിടെ സെയിം ആണ്. സോ ദ ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ റെഡ്യൂസ് ടു 0. പാത്ത് ലെങ്തിന് ഒരിക്കലും 0 ആവാൻ പറ്റില്ല, പക്ഷേ ഇവിടെ നോക്കൂ, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ബിക്കമിങ് 0. പാത്ത് ലെങ്തും ഡിസ്പ്ലേസ്മെൻറ്റുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്താൽ നമ്മൾ ഒരു സിറ്റുവേഷനിൽ കണ്ടു പാത്ത് ലെങ്തും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വലായി. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് പാത്ത് ലെങ്തിനേക്കാളും ചെറുതാവുന്ന സിറ്റുവേഷൻസ് നമ്മൾ കണ്ടു. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഡിസ്പ്ലേസ്മെൻറ്റിന് പാത്ത് ലെങ്തിനേക്കാളും ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് ഒരു സിറ്റുവേഷൻ ഇവിടെ അസ്യൂം ചെയ്യാം. See, the object starting from O goes to P, then comes back to the point Q. പാത്ത് ലെങ്ത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു, ദാറ്റ് ഈസ് 400 മീറ്റർ അല്ലേ? ഈ കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കൂ. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് x2 മൈനസ് x1. x2 ഈസ് മൈനസ് 160 മീറ്റർ ആൻഡ് x1 ഈസ് 0. സോ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് മൈനസ് 160 മൈനസ് 0 മീൻസ് മൈനസ് 160 മീറ്റർ.
ഇവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വേറൊരു പ്രത്യേകതയും കൂടി കാണാൻ പറ്റും. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ബിക്കമിങ് നെഗറ്റീവ്. പാത്ത് ലെങ്ത് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. ഇപ്പോൾ നമ്മൾ രണ്ട് ക്വാണ്ടിറ്റീസാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഒന്ന് പാത്ത് ലെങ്ത്, രണ്ടാമത്തേത് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് രണ്ടും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസുമുണ്ട്, ഒരുപാട് ഡിഫറൻസസുമുണ്ട്. നിങ്ങൾ ഒരു വർക്ക് ചെയ്യുക, ഒരു കമ്പാരിസൺ ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരു ടേബിൾ വരച്ചിട്ട് ഒരു സൈഡിൽ ഡിസ്റ്റൻസ് എന്ന് എഴുതുക, മറ്റേ സൈഡിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് എഴുതുക, എന്നിട്ട് ഇത് തമ്മിലൊന്ന് കമ്പയർ ചെയ്യുക. എന്തൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട്, എന്തൊക്കെ ഡിഫറൻസസ് ഉണ്ട് എന്ന് ഒന്ന് എഴുതി വയ്ക്കുക. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. എഴുതൂ, ക്വസ്റ്റ്യൻ എഴുതൂ. ക്യാൻ ദ ഗ്രാഫ്സ് ഗിവൺ ബിലോ represent one dimensional motion of a particle? വരയ്ക്കൂ, ഈ ഗ്രാഫ് വരയ്ക്കൂ. എന്താ അവർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? എന്താ, ഒരു ഗ്രാഫ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഈ ഗ്രാഫിന് വൺ ഡയമെൻഷണൽ മോഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങളിപ്പോൾ ഈ ക്ലാസ് വാച്ച് ചെയ്യുന്നത് വീട്ടിലിരുന്നായിരിക്കും അല്ലേ? അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പൊസിഷൻ നിങ്ങളുടെ വീടാണ്, അതോ സ്കൂളാണോ? അല്ലല്ലോ, വീട് തന്നെയാണല്ലോ. പക്ഷേ സ്കൂളിലിരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ക്ലാസ് വാച്ച് ചെയ്തൂടെ? പക്ഷേ ഈ സമയത്ത് പറ്റില്ല അല്ലേ? ഈ സമയത്ത് ഒന്നുകിൽ നിങ്ങൾ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ സ്കൂളിലായിരിക്കും. ഇനി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയൂ. ആ ക്വസ്റ്റ്യനിലേക്ക് നോക്കി, ഞാൻ ടി എന്ന് പറയുന്നൊരു ടൈം മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ടി എന്ന ടൈമിൽ എത്ര പൊസിഷൻസ് വന്നിരിക്കുന്നു എന്ന് നോക്കൂ. 2 വാല്യൂസ് വരുന്നു. എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റിന് ഒരേ ടൈമിൽ 2 പൊസിഷൻസാണ് ഞാൻ ഈ ഫിഗറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ? മീനിങ് ഫുൾ ആണോ അത്? ഒരു ടൈമിൽ 2 പൊസിഷൻസ് കിട്ടുക എന്നത് ഫിസിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് പറയാം, ദിസ് ഗ്രാഫ് കനോട്ട് റെപ്രസെൻറ്റ് വൺ ഡയമെൻഷണൽ മോഷൻ. അപ്പോൾ അത് ആൻസർ ആക്കി എഴുതൂ. എ പാർട്ടിക്കിൾ കനോട്ട് ഹാവ് 2 ഡിഫറെൻറ്റ് പൊസിഷൻസ് അറ്റ് ദ സെയിം ടൈം. ആ സെയിം ടൈം എന്നുള്ളത് സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, ഒരു ഗ്രാഫ് കൂടെ വരച്ചേ. ഇറ്റ്സ് എ ഗ്രാഫ് ബിറ്റ്വീൻ ടോട്ടൽ പാത്ത് ലെങ്ത് ആൻഡ് ടൈം. ഇത് പോസിബിൾ ആണോ? പറയൂ, നിങ്ങൾ തന്നെ പറയൂ, ഇത് പോസിബിൾ ആണോ? പാത്ത് ലെങ്ത്തിൻ്റെ പ്രത്യേകത നോക്ക്. പാത്ത് ലെങ്ത് ഇൻക്രീസ് ചെയ്ത് മാക്സിമം എത്തി, ദെൻ പാത്ത് ലെങ്ത് ഡിക്രീസസ്, വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു. ഇത് പോസിബിൾ ആണോ എന്ന്? അല്ല, ഒരിക്കലും പോസിബിൾ അല്ല. എന്താ കാര്യം? അതെ, പാത്ത് ലെങ്ത് വിൽ ഓൾവേസ് ഇൻക്രീസ് വിത്ത് ടൈം. ഇവിടെ പാത്ത് ലെങ്ത് ഡിക്രീസ് ചെയ്യുന്നു. സോ ദിസ് ഗ്രാഫ് ഓൾസോ ഈസ് നോട്ട് പോസിബിൾ. ഇതിനെ ഒന്ന് കറക്റ്റ് ആക്കാമോ? ഗ്രാഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിക്കൊണ്ട് ഈ ഗ്രാഫിനെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കൂ. ആ ടോട്ടൽ പാത്ത് ലെങ്ത് മാറ്റിയിട്ട് പകരം അവിടെ വേറെ എന്തെങ്കിലും എഴുതാമോ? അതെ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് എഴുതിയാൽ ഇത് കറക്റ്റ് ആവും. ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യും, ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയി മാറാനും വീണ്ടും ഇൻക്രീസ് ചെയ്യാനും പറ്റും. ഈ ഓബ്ജക്ട്സിൻ്റെ മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് ഗ്രാഫ്. നമുക്കൊരു സിമ്പിൾ ഗ്രാഫ് ഡിസ്കസ് ചെയ്യാം. I am going to plot a graph between position of the object and time. And I assume the object is at rest. ഞാൻ ആ ഗ്രാഫ് ഒന്ന് വരച്ച് കാണിക്കാം. ഇത് എക്സ് ആക്സിസ് ആണ്, ആൻഡ് ദിസ് ഈസ് വൈ ആക്സിസ്. എക്സ് ആക്സിസിൽ ഞാൻ ടൈം മാർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് ഇതിനെ ഞാൻ ഇനി എക്സ് ആക്സിസ് എന്ന് വിളിക്കില്ല, പകരം വി ക്യാൻ കോൾ ഇറ്റ് എസ് ടൈം ആക്സിസ്. ആൻഡ് പൊസിഷൻ ഈസ് മാർക്ക്ഡ് ഓൺ വൈ ആക്സിസ്. സോ വൈ ആക്സിസിനെ ഇനി നമുക്ക് പൊസിഷൻ ആക്സിസ് എന്നും വിളിക്കാം. ടി ഈക്വൽ 0 എന്ന ഈ ടൈമിൽ ഞാൻ ഈ ഓബ്ജക്റ്റിൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. കാണൂ, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, ആ പൊസിഷൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ടേക്ക് അനദർ ടൈം, സേ ടി ഈസ് ഈക്വൽ ടു T1. നമ്മൾ പറഞ്ഞു ഓബ്ജക്റ്റ് റെസ്റ്റിലാണ്. ഓബ്ജക്റ്റ് റെസ്റ്റിലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല എന്നാണല്ലോ അർത്ഥം. അപ്പോൾ T1 എന്ന ടൈമിലെ ഓബ്ജക്റ്റിൻ്റെ പൊസിഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിനെ ജോയിൻ ചെയ്താൽ യു ക്യാൻ സീ യു ആർ ഗെറ്റിംഗ് എ സ്ട്രെയിറ്റ് ലൈൻ. സോ നമുക്കിതിനെ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ആൻ ഓബ്ജെക്റ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ ടൈം ആക്സിസ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഒരു സ്ട്രെയിറ്റ് ഹൈവേ ആണ് എന്ന് വിചാരിക്കും. രാവിലെ 7 o'clock ഈ എ എന്ന പോയിന്റിൽ നിന്നും ഒരാൾ ട്രാവൽ ചെയ്ത് തുടങ്ങുന്നു. 7:30 ഇയാൾ ബിയിലെത്തുന്നു എന്ന് വിചാരിക്കും. എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് 4 kilometer ആണ് എന്ന് ഞാൻ മെഷർ ചെയ്തു. He continues his motion and he reached the point C at 8 AM. ഞാൻ ബി മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തു. അപ്പോഴും ഞാൻ കാണുന്നു അത് 4 kilometers ആണ്. അപ്പോൾ എ ടു ബി ഡിസ്റ്റൻസ് 4 kilometers ആണ്. അത് ട്രാവൽ ചെയ്തത് 30 minutes.
ശരിയല്ലേ? അടുത്ത പാർട്ടോ ബി ടു സി ഡിസ്റ്റൻസും 4 കിലോമീറ്റേഴ്സ് തന്നെയാണ്. അത് ട്രാവൽ ചെയ്യാനെടുത്ത ടൈമും 30 മിനിറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ ദിസ് ഓബ്ജെക്റ്റ് ട്രാവൽസ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം. അങ്ങനെ മൂവ് ചെയ്താൽ വി ക്യാൻ സേ ദാറ്റ് ഓബ്ജെക്റ്റ് ഈസ് ഇൻ യൂണിഫോം മോഷൻ. So if an object moving along a straight line covers equal distances in equal intervals of time, it is said to be in uniform motion along a straight line. നമുക്ക് ഈ യൂണിഫോം മോഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് കൂടി ഒന്ന് വരച്ചാലോ? നോക്കൂ, ഞാൻ ഗ്രാഫിൽ ടൈം ആക്സിസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ദി പൊസിഷൻ ആക്സിസ്. t ഈക്വൽ ടു 0യിൽ ഞാൻ അസ്യൂം ചെയ്യുന്നു പൊസിഷൻ ഓഫ് ദ ഓബ്ജെക്റ്റ് ഈസ് 0. ഞാൻ ദാ ഫിഗറിൽ മാർക്ക് ചെയ്തു. ഇൻ 1 സെക്കൻഡ് ലെറ്റ് ഇറ്റ് ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഓഫ് 2 മീറ്റർ. ആ പോയിന്റിനെ ദാ എനിക്ക് ഇവിടെ മാർക്ക് ചെയ്യാമല്ലോ. ദാ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത 1 സെക്കൻഡിലും ഇത് 2 മീറ്റർ തന്നെ ട്രാവൽ ചെയ്യണം. ദാറ്റ് മീൻസ് ഇൻ 2 സെക്കൻഡ്സ് ദ ബോഡി വിൽ റീച്ച് 4 മീറ്റർ. ഫിഗറിൽ നോക്കൂ, 2 സെക്കൻഡ്സിൽ ബോഡി 4 മീറ്റർ റീച്ച് ചെയ്യുന്നു. സോ ദിസ് വിൽ ബി ദ പൊസിഷൻ. 3 സെക്കൻഡ്സിലോ ദ ബോഡി വിൽ റീച്ച് 6 മീറ്റർ. ഫിഗറിൽ മാർക്ക് ചെയ്യാം. ദാ 3 സെക്കൻഡ്സിൽ 6 മീറ്ററിൽ എത്തുന്നു. സോ ദിസ് ഈസ് ദ ലൊക്കേഷൻ. ഈ കിട്ടിയിരിക്കുന്ന ലൊക്കേഷൻസ് എല്ലാം കൂടി നമ്മളൊന്ന് ജോയിൻ ചെയ്താലോ വി വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ ലൈക്ക് ദിസ്, അല്ലേ? സോ ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ആൻ ഓബ്ജെക്റ്റ് ഇൻ യൂണിഫോം മോഷൻ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഈ പൊസിഷൻ ടൈം ഗ്രാഫ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. എഴുതൂ, ക്വസ്റ്റ്യൻ എഴുതൂ. ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് 2 children A and B returning from their school O to their homes P and Q respectively are shown in the figure. ഈ ഗ്രാഫ് കൂടി ഇതുപോലെ വരയ്ക്കണം. Question: state whether the following statements are true or false. ഈ ഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തരും. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. റൈറ്റ് ദ ഫസ്റ്റ് വൺ. എ ലിവ്സ് ക്ലോസർ ടു ദ സ്കൂൾ ദാൻ ബി. അവരെന്താ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്ക്. ദ ചൈൽഡ് എ ഈസ് ലിവിങ് ക്ലോസ് ടു ദ സ്കൂൾ എന്നാണ്. പിയും ക്യൂവും എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് എയുടെയും ബിയുടെയും ഹോമാണ്. അപ്പോൾ ഒ പി എന്ന ഡിസ്റ്റൻസ് ആണ് എ എന്ന കുട്ടിയുടെ വീട്ടിലേക്കുള്ള ദൂരം. ഒ ക്യു എന്ന ഡിസ്റ്റൻസ് ആണ് ബിയുടെ വീട്ടിലേക്കുള്ള ദൂരം. ഫിഗറിലേക്ക് നോക്കൂ, ആരാ സ്കൂളിന് അടുത്ത് താമസിക്കുന്നത്? എ ആണോ ബി ആണോ? ഇറ്റ്സ് ക്ലിയർ ദാറ്റ് ഇറ്റ് ഈസ് എ. സോ ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതും. ബി സ്റ്റാർട്ട്സ് ഫ്രം ദ സ്കൂൾ earlier than A. നോക്കൂ, ഫിഗറിലേക്ക് നോക്കി. എ എന്ന ചൈൽഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ഞാൻ 0 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെയാണോ ബിയും സ്റ്റാർട്ട് ചെയ്യുന്നത്? നോക്കി, അല്ല. ബി അല്പസമയത്തിന് ശേഷമാണ് സ്കൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്, അല്ലേ? ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ബി സ്റ്റാർട്ട്സ് ഫ്രം ദ സ്കൂൾ earlier than A എന്നാണ്. കറക്റ്റ് ആണോ അത്? അല്ല. ആദ്യം സ്റ്റാർട്ട് ചെയ്ത ആരാ? എ ആണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. ശരിക്കും എ ആണ് സ്കൂളിന് അടുത്ത് താമസിക്കുന്നത്, അല്ലേ? എങ്കിൽ പോലും എ ആണ് ഇവിടെ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്, സ്കൂളിൽ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് എന്ന കാര്യം അറിയുക. അടുത്ത ക്വസ്റ്റ്യൻ എഴുതും. 3. എ ആൻഡ് ബി റീച്ച് ഹോം അറ്റ് ദ സെയിം ടൈം. എയും ബിയും അവരവരുടെ വീട്ടിലെത്തിയിരിക്കുന്നത് സെയിം ടൈമിലാണ് എന്ന്. ഗ്രാഫിലേക്ക് നോക്കുക, അത് കറക്റ്റാണോ? ദാ എ വീട്ടിലെത്തിയിരിക്കുന്ന ടൈം നമുക്ക് ഗ്രാഫിൽ നിന്നും ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. നോക്കൂ, T1 ആണ് എ വീട്ടിലെത്തിയിരിക്കുന്ന ടൈം. ബി വീട്ടിലെത്തിയിരിക്കുന്ന ടൈം എത്രയാണെന്ന് നോക്കൂ. ദാ ഇതാണ് ബി വീട്ടിലെത്താൻ ആവശ്യമായ ടൈം. നോക്കൂ, എ ആണോ ബി ആണോ ആദ്യം വീട്ടിലെത്തിയത്? ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും ബി ആണ് ആദ്യം വീട്ടിലെത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ് എന്നർത്ഥം. ഇനി അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? ബി ആണ് ലാർജ് ഡിസ്റ്റൻസിൽ സ്റ്റേ ചെയ്യുന്നത്, അല്ലേ? ബി സ്കൂളിൽ നിന്നും വളരെ ലേറ്റായി സ്റ്റാർട്ട് ചെയ്തതുള്ളൂ. പിന്നെ ബിക്ക് എങ്ങനെ എത്താൻ പറ്റും ആദ്യം? അതെ, ബി കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും.
അപ്പോൾ എയുടെ സ്പീഡും ബിയുടെ സ്പീഡും കൂടി നമ്മളൊന്ന് കമ്പയർ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും രണ്ടും ഡിഫറൻ്റ് ആയിരിക്കണം. ബി ആണ് കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? ആദ്യം ബി എയുടെ പുറകിലാണ്. ബി ഫാസ്റ്റായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ എയും ബിയും കൂടി ഒരുമിച്ചൊരു സ്ഥലത്തെത്തിയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ബി ഓവർടേക്ക് ചെയ്തിട്ടുണ്ടാവും. ബി എയെ ഓവർടേക്ക് ചെയ്തിട്ടാണ് ആദ്യം വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ക്വസ്റ്റ്യൻ, ബി വാക്സ് ഫാസ്റ്റർ ദാൻ എ. ഇനി പറയേണ്ട കാര്യമില്ലല്ലോ, ദാറ്റ് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ബി ഓവർടേക്സ് എ ഓൺ ദ റോഡ്. ശരിയാണോ? ഇപ്പോൾ നമ്മൾ കണ്ടതാ, ബി ഓവർടേക്ക് ചെയ്യും അല്ലേ? സോ ദാറ്റ് ഓൾസോ ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഈ ഫിഗറിൽ നിന്ന് ബി എയെ ഓവർടേക്ക് ചെയ്യുന്ന ടൈം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കൂ. ഈ രണ്ട് ഗ്രാഫും കൂടി ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ ടൈമിൽ എയുടെയും ബിയുടെയും പൊസിഷൻ സെയിം ആണ്. അവിടെ വെച്ചല്ലേ ഓവർടേക്ക് ചെയ്യുന്നത്? അപ്പോൾ ഓവർടേക്ക് ചെയ്യുന്ന പൊസിഷൻ ദേ ഇതായിരിക്കും. സ്കൂളിൽ നിന്നും ഇത്രയും ഡിസ്റ്റൻസിലാണ് ബി എ ഓവർടേക്ക് ചെയ്യുന്നത്. അത് ഓവർടേക്ക് ചെയ്യുമ്പോൾ എ സ്റ്റാർട്ട് ചെയ്തിട്ട് ദേ ടി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഇത്രയും സമയം കഴിഞ്ഞിട്ടുണ്ടാവും എന്നും ഈ ഗ്രാഫിൽ നിന്ന് നമുക്കറിയാൻ പറ്റും. ഈ പൊസിഷൻ ടൈം ഗ്രാഫിനെ ഒന്ന് നന്നായി പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒരു അസൈൻമെൻറ്റ് ചെയ്യുക. ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം, ക്വസ്റ്റ്യൻ എഴുതൂ. സ്നോവി ലീവ്സ് ഹിസ് ഹൗസ് ആൻഡ് വാക്സ് അലോങ് എ സ്ട്രെയിറ്റ് റോഡ് ടുവേഴ്സ് എ മാർക്കറ്റ്. ആഫ്റ്റർ 5 minutes it starts raining, and so he stays there for 2 minutes and then returns home. Snowy is the name of a boy. He leaves his house and walks along a straight road towards a market. ഒരു മാർക്കറ്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് റോഡിലൂടെ ഇയാൾ നടന്നു പോകുന്നു. സ്ട്രെയിറ്റ് റോഡ് 1 dimensional മോഷൻ ആക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ആഫ്റ്റർ 5 minutes it starts raining. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായി മഴ പെയ്തു. അതുകൊണ്ട് അയാൾ അവിടെ 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടോ മഴ മാറുന്നില്ല എന്ന് കണ്ടിട്ട് ഹി റിട്ടേൺസ് ഹോം. ഹിസ് പൊസിഷൻ ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം ഈസ് ഷോൺ ബിലോ. അയാളുടെ പൊസിഷൻ ഒരു ടൈമിൻ്റെ ഫങ്ഷനായി ഒരു ഗ്രാഫിക്കലി ഞാൻ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രാഫ് കൂടി വരയ്ക്കുക. ഇനി ഞാൻ തരുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഈ ഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിറ്റർമിൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഫാർ വാസ് ഹി ഫ്രം ദ ഹോം when it started raining? Second question, identify the portion of the graph where he was waiting for the rain to stop. Third question, what is his displacement in 10 minutes? Next question, he returned home with a greater speed. Is this statement true? അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റുമായ ഒരു കമ്പാരിസണും പ്രിപ്പയർ ചെയ്ത് നമ്മൾ തന്ന ഈ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനും ഒന്ന് സോൾവ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കൂളിലെ ഫിസിക്സ് സാറിന് സബ്മിറ്റ് ചെയ്യണം. ഈ ചാപ്റ്ററിലെ പുതിയൊരു കോൺസെപ്റ്റുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.